Hi friends, welcome back to my channel. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രാജുവിൻ്റെയും ദീതയുടെയും സ്റ്റോറിയുടെ അടുത്ത പാർട്ടുമായിട്ടാണ്. അപ്പം നമുക്ക് കേട്ടാലോ. നടന്നു പോകുന്ന ഡേറ്റയെ നോക്കി ഞാൻ നിങ്ങളെ വേർപെട്ടു. അല്ലെങ്കിലും എനിക്കൊക്കെ ഇങ്ങനെ കാണാൻ ഈ യോഗമുള്ളൂ. പോട്ടെ. 2-3 മിനിറ്റ് ദീതയെ ഓർത്തിരുന്നു. എങ്കിലും പെട്ടെന്ന് കുറ്റബോധം തോന്നി. പിറ്റേ ദിവസം 2-ാം ശനിയാഴ്ച ആയതുകൊണ്ട് ക്ലാസ്സില്ല. അതുകൊണ്ട് ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് എന്റെ മുഖത്തിൽ ഒരു നനവ് വന്നപ്പോ അറിയാതെ കണ്ണ് തുറന്നുപോയി. നോക്കുമ്പോ ഒരു ചുവന്ന ചുരിദാറിട്ടിട്ട് എന്റെ ബെഡിലിരുന്ന് എന്റെ മുഖത്ത് തടവുന്ന വേദിയെയാണ് കണ്ടത്. ഇപ്പൊ കുളിച്ചത് കൊണ്ട് ഒരു വെണ്ണ തോർത്തുകൊണ്ട് മുടികെട്ടിരിച്ചിട്ടുണ്ട്. വേദിയുടെ നനഞ്ഞ ശരീരം തോർത്തിൽ നിന്ന് മേനമെല്ലാം വിരിച്ച് ദീദിയുടെ കഴുത്തിലൂടെ ദീദിയുടെ മാറിടത്തിലേക്ക് ഒഴുകിപ്പോയി. എന്റെ കണ്ണ് പോയത് ചുരിദാറിന്റെ ഭംഗിയിലേക്ക്. എന്റെ മുഖം കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ദീദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാവിലെ തന്നെ നീ എന്തേന്ന് തല്ലുകൊണ്ട് എണീക്കു അല്ലേ? അയ്യോ, എണീക്കാനേ. അല്ല, എന്നെന്താ പരിപാടി? അതോ, ഇമ്മന് എന്റെ ഒരു കള്ളക്കാമുവൻ എനിക്ക് തന്ന ഡ്രസ്സെല്ലാം ഇട്ട് നോക്കാൻ പറഞ്ഞില്ലേ, അതിട്ട് നോക്കണ്ടേ? ദീദി ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. കള്ളക്കാമുവൻ എന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് പൂമി. വെറുതെ എന്തിനാ ദീദി രാവിലെ തന്നെ മൂഡ് ഔട്ട് ആകുന്നേ? അത് പോട്ടെ, അതിന് ഇവിടെ വെച്ച് പറ്റൂല എന്നല്ലേ പറഞ്ഞേ? ദീദി എന്നെ പിടിച്ച് എണീപ്പിച്ച് നിർത്തിക്കൊണ്ട്, അതിന് ഇവിടെ വെച്ചല്ല, ഞാനും ഉമ്മാനെ കാണാൻ പോകുന്നുണ്ട്, അവിടെ വെച്ച് കാട്ടിത്തരാം. പിന്നെ അവിടെ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സാണെന്ന് പറയാലോ. ആള് കൊന്നാലോ? നമ്മൾ എന്ന് തന്നെ പോരോ ദീദി അവിടുന്ന്? നോക്കാം. അജു, പിന്നെ വണ്ടി ഞാൻ ഓടിക്കാൻ കേട്ടോ. അത് കേട്ട് ദീദി എന്നെ നോക്കിക്കൊണ്ട്, കുറച്ച് പോയിട്ട് തരാം, ഇവിടുന്ന് ഓടിക്കണ്ട, ഓക്കെ? ആദ്യം സാറും പോയി കുളിക്കുക. ഞാൻ എണീറ്റ് പല്ല് തേച്ച് നേരെ ബാത്റൂമിലേക്ക് കയറി. ഒരു കുളിയും കുളിച്ച് ഒരു വെള്ള ടീഷർട്ടും ബ്ലൂ ജീൻസും ധരിച്ച് റെഡിയാക്കുമ്പോൾ എൻ്റെ ഐഫോണിൽ ഒരു പരിചയമില്ലാത്ത കോള് വന്നു. ഞാൻ അറ്റൻഡ് ചെയ്തു. അന്ന് തലക്കിൽ നിന്നും ഒരു കിരനാഥം. ഹലോ, അജു അല്ലേ? അല്ലാ, ഇത് ടീച്ചറല്ലേ? ഞാൻ ആശ്ചര്യത്തോടെ. അല്ല, എന്റെ നമ്പർ എങ്ങനെ കിട്ടി? ഞാൻ ആർക്കും കൊടുത്തിട്ടില്ലല്ലോ. ഞാനത് പറഞ്ഞപ്പോ ദേവ് ടീച്ചർ ഫോണിൽ കൂടി ചിരിയുടങ്ങി. എടാ പൊട്ട, ഒന്നുമില്ലെങ്കിൽ ഞാൻ നിന്റെ ടീച്ചറല്ലേ? നിന്റെ മാത്രമല്ല, ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെ നമ്പറുണ്ട്. ഓ, എന്താ ടീച്ചറെ വിളിച്ചേ? എടാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാവോ? ഇല്ല, ടീച്ചർ പറ. നോ, എന്റെ വീട്ടിലേക്ക് ഒന്ന് വരുമോ? അതിനും എനിക്ക് ടീച്ചറിന്റെ വീട് അറിയില്ലല്ലോ. എടാ, നിങ്ങളുടെ സ്റ്റോപ്പിൽ നിന്ന് 4-ാമത്തെ സ്റ്റോപ്പ്. ഏത്, വല്യുത്താനെയോ? അത് തന്നെ. നീ അവിടെ എത്തിയിട്ട് ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ശരി ടീച്ചർ. ഞാൻ ഫോൺ വെച്ച് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. തന്റെ സ്വപ്ന സുന്ദരി എന്തിനാണാവോ വിളിച്ചത്? എന്തായാലും ടീച്ചറെ വീട്ടിലുള്ള സ്റ്റൈലിൽ കാണാനോ. വല്ല നൈറ്റി ആണെങ്കിൽ പൊളിക്കും. പെട്ടെന്ന് ദീദിയുടെ കാര്യം ഓർമ്മ വന്നു. അതോ, പുള്ളിക്കാരിയുടെ എന്ത് പറയും? വണ്ടിയും വേണമല്ലോ. അവൻ ദീദിയുടെ റൂമിലേക്ക് ചെന്നു. കുനിഞ്ഞുകൊണ്ട് ബെഡ്ഷീറ്റ് വിരിക്കുന്ന ദീദിയുടെ പിന്നരകിലേക്കാണ് അവന്റെ കണ്ണ് പോയത്. ആ ചുവന്ന ചുരിദാർ അത്രയ്ക്കും ടൈറ്റായിട്ടുണ്ട്. പെട്ടെന്ന് അനക്കം കേട്ട് സുമ തിരിഞ്ഞു. അവനെ എന്തേ എന്ന് പുരികം ഉയർത്തി ചോദിച്ചു. ദീദി ഒരുങ്ങിയോ? ഒരുങ്ങാൻ പോന്നു. എന്തേ? ആ വണ്ടി ഒന്ന് തരുമോ? ഇപ്പൊ വരാം. എടാ, നമ്മൾ ഇപ്പൊ പോകും, പിന്നെ നീ എവിടെ പോണോ? അത് ടീച്ചർ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് അവരുടെ വീട് വരെ പോകാൻ പറഞ്ഞു. സുമ അവനെ ഇരുത്തി നോക്കിക്കൊണ്ട്, പൊക്കോ, നിനക്ക് എന്തേലും ഇപ്പൊ ടീച്ചറല്ലേ വലുത്, ഞാൻ ബസ്സിന് പൊക്കോളാം. അയ്യേ ദീദിപ്പെന്നെ, എന്നെ ദീദിപ്പെന്നെ ഒരുങ്ങി സുന്ദരിയാകുമ്പോഴേക്കും ഞാൻ എത്തും, ഇവിടെ അടുത്ത വീട്. സുമി അവനെ താക്കോല് കൊടുത്തു. അവൻ വേഗം ദേവിയുടെ മഞ്ഞ ഡിയോ പറപ്പിച്ച് വിട്ടു. ടീച്ചർക്ക് ഫോൺ ചെയ്തു. കൃത്യം അവരുടെ വീട്ടിലെത്തി. ഒരു ചെറിയ ഓടിട്ട വീട്.
നിറയെ ചെടികളും മരങ്ങളും ഒക്കെയുണ്ട്. കൃഷിക്കാരിയാണെന്ന് തോന്നുന്നു. അവൻ വെല്ലില്ലാത്തതിനാൽ വണ്ടിയുടെ ഹോൺ നീട്ടി വിളിച്ചു. ഹോൺ കേട്ടു തുറന്നു വന്ന ടീച്ചറെ കണ്ട് അവൻ വാ പൊളിച്ചു. ഒരു വെള്ള കസവ് സാരി ഞുറിയുടുത്ത് അതിനെ മാച്ച് ചെയ്യുന്ന കുങ്കുമപ്പൂ ബോർഡറും അതേ നിറത്തിലുള്ള ബ്ലൗസും മുടി വിടർത്തിയിട്ടു. വെളുത്ത മുഖത്ത് എന്നും എന്നെ കാണുമ്പോഴുള്ള ആ പാൽ പുഞ്ചിരിയായി ദേവ ടീച്ചർ ഇറങ്ങി വന്നു. സാക്ഷാൽ മഹാലക്ഷ്മി തന്നെ. എന്റെ കണ്ണുകൾ ആ മുഖത്തൊന്നും നടിക്കാനായില്ല. ടീച്ചർ എന്നെ അകത്തേക്ക് വിളിച്ചു. അവിടെ ഒരു കസേരയിലിരുന്നു. ടീച്ചർ അമ്മയ്ക്ക് എന്നെ പരിചയപ്പെടുത്തി. അമ്മേ, ഇതാണ് അജു. ഞാൻ പറഞ്ഞിരുന്നില്ലേ? നീ ഇരിക്കേ, ടീച്ചർ ഇപ്പൊ വരാം. എനിക്ക് പിന്തിരിഞ്ഞു പോയ ടീച്ചറിന്റെ ആ കാലത്ത് ഊരുള്ള കാർക്കൂന്തൽ നിന്ന് ഞാൻ കണ്ടു. ആ വീണ കുടം കവിഞ്ഞും ടീച്ചർക്ക് മുടിയുണ്ട്. ഞാൻ ആ സൗന്ദര്യം നോക്കി നിൽക്കെ ടീച്ചറിന്റെ അമ്മ വിളിച്ചു. മോനെ, സുഖമാണോ എല്ലാവർക്കും? ആ സുഖം. ഇവിടെ വേറെ ആരുമില്ലേ? ഇല്ല, എനിക്കെന്റെ മോളും അവൾക്ക് ഞാനുമേ ഉള്ളൂ. ആ കണ്ണുകൾ നിറഞ്ഞു. അറിയില്ല. അപ്പോഴേക്കും എന്റെ സ്വപ്ന സുന്ദര ദേവക്കുട്ടി വന്നു. 30 വയസ്സ് തോന്നിക്കും ടീച്ചർക്ക്. പക്ഷേ എന്നെ മനസ്സിൽ അതെന്റെ ദേവോപ്പിയായിരിക്കും. എന്തോ ഒരു പൊതി എന്റെ കയ്യിൽ തന്നു. ഇത് നിമിഷയ്ക്ക് കൊടുക്കണം കേട്ടോ. ടീച്ചർക്ക് നിമിഷ ചേച്ചി എങ്ങനെ അറിയാം? എന്റെ വീടിന്റെ അടുത്താണ് നിമിഷ ചേച്ചി താമസിക്കുന്നത്. ടീച്ചർ അവൾ എന്റെ ഒപ്പം പഠിച്ചതാണ്. അപ്പോഴേക്കും ടീച്ചറിന്റെ അമ്മ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കൊണ്ടുവന്നു. അതും കുടിച്ച് അവിടെ നിറങ്ങി. നീടെ ചേച്ചിയുടെ വീട്ടിൽ പോയി ആ പൊതി കൊടുത്തു. എളുപ്പം അവിടെ നിറങ്ങി. അല്ലെങ്കിൽ ദേതി ഇപ്പൊ ഭദ്രകാളിയായിട്ടുണ്ടാകും. ഞാൻ വേഗം വീട്ടിലേക്ക് ചെന്നു. ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ആള്. സീൻ ചുരിദാറ്, ബ്ലാക്ക് ലെഗിൻസ്, ഷോളും അഫ്ത പോലെ ചുറ്റി കുത്തി. കാര്യമായ ഓർണമെന്റ്സ് ഒന്നുമില്ല. 2 കൈയിലും ഓരോ കടകവള, പിന്നെ കഴുത്തിൽ മെഹറുമാല. മസ്റ്റയുടെ തുമ്പ് ഭീതിയുടെ ഷോൾഡർ മൊത്തം എത്തുന്നില്ല. വഴി കൂടെ പോണവരെല്ലാം വീതിയെ നോക്കി ചോര കുടിക്കുന്നത് ഞാൻ കാണുന്നല്ലോ റബ്ബേ. സുമി, എന്തായി വന്നോ കാമുകൻ? കാമുകിയുടെ അടുത്ത് പോയി. കാമുകിയോ? ദീദിക്ക് വട്ടാണോ? ഒന്നുമില്ല, വാ പോകാം. ഞങ്ങൾ തന്നെ ദീദിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഇവിടുന്ന് പുത്തൻപള്ളിയിലേക്ക് 14 കിലോമീറ്റർ ഉണ്ട്. വീതിയാണ് ഓടിച്ചത്. ഒരു ഷോർട്ട് കട്ട് കൂടിയാണ് പോയത്. എന്താ ദീദി ഈ വഴി പോണേ? സുമി, ഇനി മെയിൻ റോഡിൽ കൂടെ പോയിട്ട് വേണം പോലീസ് പിടിക്കാൻ. അതിന് ദീദിയല്ലേ ഓടിക്കുന്നേ? സുമി, അപ്പം നിനക്കും വേണ്ടല്ലോ. അയ്യോ വേണം, വണ്ടി ഒതുക്ക്. ദീദി വണ്ടി ഒതുക്കി. ദീദിയുടെ ബാഗ് ദീദിയുടെ കയ്യിൽ കൊടുത്ത് ഞാൻ ഫ്രണ്ടിൽ കയറി. ദീദി ബാക്കിൽ കയറിയിട്ട് ബാഗ് ഫ്രണ്ടിൽ കൊളുത്താൻ പറഞ്ഞു. എന്നിട്ട് പതിവിരിക്കുന്നതിന് വിപരീതമായി എന്റെ മുതുകിലേക്ക് ദീദി ചേർന്നിരുന്നു. ദീദി എന്നെ 2 ഷോൾഡറിൽ കൂടെ കൈയിട്ട് മാക്സിമം അമർന്ന് എന്നെ കെട്ടിപ്പിടിച്ചിരുന്നു. ഞാൻ വണ്ടി ഓടിക്കുന്നുവെങ്കിലും സ്വർഗത്തിലെത്തിയ ഫീലായിരുന്നു. ദീദി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ എന്നറിയാൻ മിററിലൂടെ നോക്കിയപ്പോൾ എന്നെ തന്നെ നോക്കുന്ന ദീദിയാണ് കണ്ടത്. ഞാൻ എന്താ എന്ന് ആദ്യം കാണിച്ചപ്പോൾ ഓമില്ല എന്ന് പറഞ്ഞ് കണ്ണു ചിമ്മി. ഞാൻ ചിരിച്ചപ്പോൾ എന്റെ പുറത്ത് എന്റെ ഷോൾഡറിൽ പയ്യൊറ്റ കരി. അയ്യോ, കണ്ണീന്ന് പൊന്നീച്ച പാറി. വേദനയുകൊണ്ട് നോക്കിയപ്പോൾ നേരെ നോക്കി വണ്ടി ഓടിക്കാൻ ആംഗ്യം കാട്ടി. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. മില്ലി എന്റെ കടികൊണ്ട ഭാഗത്ത് ദീദിയുടെ ഒരു ഉമ്മ തന്നു. ഞാൻ വീണ്ടും നോക്കിയപ്പോൾ എന്നെ കണ്ണടച്ച് കാട്ടി. ദീദിയുടെ ശരീരത്തിൽ നിന്നും വരുന്ന മണം എന്റെ തലച്ചോറ് കീറിമൊഴിയുന്ന പോലെ. അത്രമേ ഞാൻ അടിമപ്പെട്ടു. ഈ യാത്ര തീരാതിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു പോയി. ജൂനിയർ അജു ആണെങ്കിൽ ദീദിയുടെ സാമീപ്യം മുതലെടുത്തു. ഇന്ന് ഇതൊക്കെ എനിക്ക് തോന്നുന്നതാണോ? അതും അറിയില്ല. എന്തായാലും ദീദിയുടെ വീടെത്താനാകാറായപ്പോൾ ദീദി എന്നെ നിന്ന് മടർന്നു മാറി. വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി നിർത്തിയപ്പോൾ ദീദി എന്നോട് ബാക്കിലോട്ട് നീങ്ങിയിരിക്കാൻ പറഞ്ഞുകൊണ്ട് ദീദി വന്ന് ഫ്രണ്ടിൽ കയറി.
കയറിയതും എന്നെ ഒരു നോട്ടം. ഞാൻ എന്ത് ചെയ്യാനാ എന്ന പോലെ ദീദിയെ നോക്കി ആംഗ്യം കാട്ടി. അപ്പോൾ ദീദി ചിരിച്ചുകൊണ്ട് കുറച്ച് ബാക്കോട്ട് ഇറങ്ങിയിരുന്നു. ഞങ്ങൾ ദീദിയുടെ വീട്ടിലെത്തി. ദീദിയുടെ വീട് ഒരു സാധാ വാർക്ക വീടാണ്. 3 റൂമുകളുള്ള അത്യാവശ്യം സൗകര്യമുള്ള വീട്. ദീദിയുടെ വാപ്പാക്ക് ഹാർബറിലാണ് ജോലി. പിന്നെ ഉമ്മ അവിടെയുള്ള അമ്മനവാടിയിലെ ടീച്ചറാണ്. പിന്നെ അനിയത്തിയുണ്ട് നസീറ. അവൾ എന്ത് കോഴ്സ് ചെയ്യുവാണ്. എന്നേലും 2 വയസ്സിന് മൂത്തതാണ്. ഞാനറി അധികം കമ്പനിയില്ല. ഒരുമാതിരി ചാടത്തെണ്ടിയാണ്. പിന്നെ ഒടുക്കത്തെ പഠിപ്പിയും. ഞങ്ങൾ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ദീദിയുടെ വാപ്പ മാത്രമേ ഉണ്ടായുള്ളൂ. ഞങ്ങൾ വീട്ടിലേക്ക് കയറി പാപ്പയുമായി സംസാരിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ദീദിയുടെ ഉമ്മ വന്നു. ഭാഗ്യം മറ്റേ കുരിശില്ല, എന്തോ എക്സാം. നാളെ രാവിലെ എത്തുള്ളൂ. ഞാൻ വീട്ടിലില്ലേതും പിന്നെ അവർക്ക് ആൺകുട്ടി ഇല്ലാത്തതിനാൽ എന്നെ വലിയ കാര്യമാണ് അവർക്ക്. ഞമ്മ ഒന്നിനെ സംസാരിച്ചിരുന്നു. വൈകിട്ടായപ്പോൾ ദീദിക്ക് ആസാദിക്കാതെ കോള് വന്നു. ദീദി ഫോണുമായി പുറത്തേക്ക് പോയി. എന്റെ മുടിയിൽ തഴുകിയാണ് പോയത്. ദീദി അടുത്തെത്തിയപ്പോൾ വീണ്ടും ആ മണം മയക്കുന്ന ജാസ്മിൻ അത്തറിന്റെ മണം. പുറത്തേക്ക് പോയ ദീദിയുടെ ഡ്രസ്സ് അപ്പോഴാണ് നോക്കിയത്. ഒരു മെറൂൺ ചുരിദാർ, പഴയതാണ്. പിന്നെ ഒരു കറുത്ത അരിപ്പാവാടയും. അധികം നോക്കിയിരിക്കാൻ പറ്റിയില്ല. കാരണം ദീദിയുടെ ഉമ്മയും വാപ്പയും എന്നോട് എന്തോ കത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ദീദി വന്നു. ആ മുഖത്തിൽ നല്ല സന്തോഷമുണ്ട്. വന്ന വഴി തലയിൽ നിന്ന് മുതിർന്ന് വീണ കറുത്ത ഷോൾ നേരെയാക്കി അവരോടായി പറഞ്ഞു, നമ്മൾ രാവിലെ പോകുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ദീദിയോട് പറഞ്ഞു, അതെന്താ ദീദി, പോണ്ടേ നമുക്കപ്പോ? സുമി, അവന് വീട്ടിൽ പോവാണ്ട് ഒരു ദിവസമെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കട്ടടാ. അത് കേട്ടപ്പോ ഞാൻ ചിരിച്ചുപോയി. എനിക്ക് കിട്ടിയനെ തലക്കൊരു കിഴിക്ക്. പക്ഷേ അവർ ഇരിക്കുന്നത് കൊണ്ട് ഒന്ന് കണ്ണിരുത്തി നോക്കിയതേയുള്ളൂ. ആ കറുത്ത കൺമഷി ചെറുതായി മങ്ങിയിട്ടുണ്ട്. എന്നാലും ആ മുഖത്തിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ദീദിയുടെ ഉമ്മയുമായി കത്തിരിക്കാൻ പോയി. ആ തക്കം നോക്കി ദീദിയുടെ വാപ്പ എന്നോട്, മോനെ എന്റെ കൂടെ ഒന്ന് വരുവോ? അതിനെന്താ വാപ്പ? ഞാൻ പോയി ദീദിയുടെ താക്കോല് വാങ്ങി. അപ്പോൾ ദീദി പറഞ്ഞു, എടാ നീ എന്നെ കൊലക്കി കൊടുക്കോ? ലൈസൻസും ഇല്ല. എന്റെ പൊന്നു സുമിക്കുട്ടി. അത് പറഞ്ഞപ്പോ ഉമ്മ ഉണ്ടെന്ന് ദീദി എന്നെ കൈ കാട്ടി. അല്ല ദീദി, ഞാൻ ബാപ്പയുമായി ഒന്ന് കറങ്ങിയിട്ട് വരാം, നിങ്ങൾ കത്തിവെച്ചു. ബെസ്റ്റ്. വാപ്പ പോണത് എവിടെയാണെന്നറിയോ നിനക്ക്? എവിടെ ആയാലും എന്താ? എന്നാ മോൻ ചെയ്യില്ലേ. ഞാനും ദീദിയുടെ വാപ്പയും ഇറങ്ങി. വണ്ടി പുള്ളി പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് നിർത്തി. വേറെ എവിടെയുമല്ല, ബെവ്കോയുടെ മുന്നേ. ബെസ്റ്റ്. അല്ലെങ്കിലും മലയാളി പൊടിയല്ലേ. പുള്ളി നൈസായി പോയി സാധനം വാങ്ങിച്ചു. ഞാൻ ആ ടൈമിൽ 2 ഗോൾഡും വാങ്ങി പോക്കറ്റിലിട്ട് ആരും കാണാതെ വരയ്ക്കാമല്ലോ. പുള്ളി ഒരു പ്രത്യേക ചിരിയൊക്കെ ചിരിച്ച് എന്റെ ബാക്കിലിരുന്നു. ദീദിയുടെ വാപ്പ ആരോടൊന്നില്ലാതെ പറഞ്ഞു, വൈകിട്ട് പണി കഴിഞ്ഞാൽ 2 കീറണം, എന്നാലേ എനിക്കെഴുതുള്ളൂ. ഞാൻ ഉവ്വ എന്നും പറഞ്ഞ തല കുലുക്കി. എന്നിട്ട് പുള്ളി എന്റെ ചെവിട്ടെ, മരുമോനോട് പറയല്ലോ, നിനക്ക് വല്ലതും വേണോ? പൊറോട്ട, ബീഫ്, അങ്ങനെ വല്ലോ? അല്ലോ ഒന്നും വേണ്ടേ. നമ്മെ വീട്ടിലെത്തിയപ്പോ ദീദി ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ദീദിയുടെ ഉമ്മ പുഴക്കാരനെ നോക്കി കണ്ടെത്തുന്നു. എന്നിട്ട് എന്നോടൊരു ചോദ്യം, എന്തിനാടാ മോനെ നീ മനുഷ്യന്റെ കൂടെ പോയേ? ഇനി നീയും കുടിക്കൂ. ഞാൻ ഉത്തരം പറയാൻ വന്നുവെങ്കിലും അതിന് മറുപടി പറഞ്ഞത് ദീദിയാണ്. അയ്യേ, എന്റെ കുഞ്ഞു കുടിക്കേയില്ല, വലിക്കേയില്ല എന്ന് പറഞ്ഞ് ഒരുമാതിരി ആക്കിയൊരു നോട്ടം. സംഭവം ഞാൻ കുടിക്കില്ല, പക്ഷേ 2 പുക വിടും. എപ്പോഴും ഇല്ല, വല്ലപ്പോഴും. അത് ഈ പണ്ടാരം പിടിക്കുകയും ചെയ്യും. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു. അപ്പോഴും എന്റെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായി. അല്ല, ദീദി എന്നെ ഡ്രസ്സിട്ട് കാട്ടി തന്നില്ലല്ലോ. അല്ലെങ്കിൽ വേണ്ട, പാവം ഇപ്പൊ നല്ല ഹാപ്പിയല്ലേ.
ഇങ്ങനെ പോകട്ടെ. ഞാനൊന്ന് പുകയ്ക്കാലോ എന്ന് വിചാരിച്ച് പുറത്തേക്കിറങ്ങാൻ നേരം ഡാ കുഞ്ഞു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ പതിവ് നിപ്പും നോട്ടവും. അജു, ഇപ്പൊ വരാൻ ദീദി, പ്ലീസ്, നീ ഇനി വന്നേടാ. ഞാൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോ ചെവിയിലൊരു പിടുത്തം. ആ, എന്റെ മാനം കളയോ, വീട്ടിൽ ചെന്നിട്ട് എന്ത് വേന ആയിക്കോ പറയുന്ന കേക്ക്. ഞാൻ തല മുനച്ചു നിന്നു. ദീദി എന്റെ താഴേക്ക് പിടിച്ചുയർത്തി. പിണന്നല്ലേടാ കുഞ്ഞു, എനിക്ക് നീയല്ലേ ഉള്ളൂ. ഞാൻ ദീദിയുടെ സോഫ്റ്റായ 2 കവളും പിടിച്ചു വലിച്ചു. ആ, പയ്യെ വലിക്കേ. ദീദി എന്റെ കൈ വിരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, സാറിന് ഡ്രസ്സിട്ട് നാനെന്തേ? അജു, ഇവിടെ വെച്ച് വേണ്ട ദീദി, അവരെന്തെങ്കിലും കരുത്തിയാലോ? അവർ ഉറങ്ങാൻ കിടങ്ങല. അജു, അല്ല, അപ്പൊ ഞാനിവിടെ കിടക്കും. സുമി, അതുകൊണ്ട് എന്തേടാ പൊട്ട, നിന്നോട് എന്റെ റൂമിൽ കിടക്കാൻ പറഞ്ഞേ എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു വലിച്ച് ദീദിയുടെ റൂമിലേക്ക് പോയി. അവരുടെ വീട്ടിൽ ആകെ ബാത്ത് അറ്റാച്ച്ഡ് ആയ റൂം അതാണ്. ആസാദിക്കാരെയും സുമിദീദിയുടെയും മണിയറ. ഞാൻ ലേശം അഭിനയിച്ചുകൊണ്ട്, അയ്യേ, എനിക്കൊന്നും വയ്യ. പ്രായപൂർത്തിയായ ദീദിയുടെ കൂടെ പ്രായപൂർത്തിയായ പുരുഷനായ ഞാൻ കിടക്കാനോ? അത് പറഞ്ഞപ്പോൾ ദീദി നിർത്താതെ ചിരി തുടങ്ങി. എന്നിട്ട് എന്നോട്, ആര്, നീയോ? പ്രായപൂർത്തിയായ പുരുഷു? കണ്ടാലും പറയും ഒരുമാതിരി തരച്ചിട്ടൊരു സാധനം. ദീദി അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് തോർത്ത് എടുത്ത കയ്യിൽ ഉണ്ടായ ഡ്രസ്സുമായി ബാത്റൂമിലേക്ക് കയറി. പെട്ടെന്ന് ദീദി പറഞ്ഞത് സത്യമാണോ എന്ന് തോന്നി. എന്നാലും ദീദിയുടെ ഉള്ളിലും എന്നെ എങ്ങനെയാണോ കാണുന്നത് എന്നുള്ള ഒരു ചിന്ത വന്നപ്പോ അറിയാതെ നെഞ്ചു തകർന്നു. എന്റെ കണ്ണിൽ നിന്നും സുരക്തം പോലെ കണ്ണുനീരൊഴുകി. ഞാൻ ആ റൂമിൽ നിന്നും ഇറങ്ങി. ആദ്യ റൂമിൽ അവരുടെ വാപ്പായും ഉമ്മയും ഉണ്ട്. പിന്നെ ദീദിയുടെ അനിയത്തിയുടെ റൂം. അതിൽ കയറുന്നത് തെറ്റാണെന്നറിയാം. എന്നാലും അങ്ങോട്ടേക്ക് പോയി തള്ളിയപ്പോൾ അത് നോക്ക്. നിരാശ തന്നെ. ഹാളിൽ ഒരു സോഫ പോലും ഇല്ലാത്തതിൽ എനിക്ക് സങ്കടം തോന്നി. എന്നെ അറപ്പോടെ കാണുന്ന അവരുടെ വലുത്ത് എങ്ങനെയാ കിടക്കുക? ഞാൻ രണ്ടും കൽപ്പിച്ച് അവിടെ ഹാളിൽ ഒരു മരക്കസേര ഉണ്ടായിരുന്നു. അവിടെ ഒരു കസേരയിൽ നടുനിവർത്തിയിരുന്നു. ചാരി പയ്യെ കണ്ണടച്ചു. ദീദിയെ ഓർക്കുമ്പോൾ വീണ്ടും എന്റെ കണ്ണ് വീങ്ങിപ്പൊട്ടുന്നു. കുറച്ചു കഴിഞ്ഞ്, കുഞ്ഞു എന്നും വിളിയിട്ട് ഞാൻ മിണ്ടാൻ പോയില്ല. പെട്ടെന്ന് ദീദി എന്നെ വിളിച്ചുകൊണ്ട്, നിന്നോട് ഇവിടെ വരാ കിടക്കാൻ പറഞ്ഞേ, റൂമിൽ വന്ന് കിടന്നേ. വേറെ വഴിയില്ലാത്തോണ്ട് ദീദിയെ നോക്കാണ്ട് ഞാൻ ആ റൂമിൽ ചെന്ന് ചുമരിന്റെ ഒരു ഓരത്തിലേക്ക് ശരിക്കും നീങ്ങിക്കിടന്നു. കമഴ്ന്നു കിടന്നു. ഞാൻ കരയുന്നത് ആരും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ കിടത്തം തന്നിട്ടാണോ എന്നറിയില്ല. ദീദി എന്നെ കുലുക്കി വിളിക്കാൻ തുടങ്ങി. ടാ, ഡ്രസ്സിട്ട് കാണണ്ടേ കുഞ്ഞു, ടാ എണീക്കരാ. ഞാൻ അങ്ങനെ തന്നെ അനങ്ങാണ്ട് കിടന്നു. ദീദി പിറപിറക്കുന്നത് കേട്ടു. ഈ ചെക്കൻ എന്തു പറ്റി? എന്നിട്ട് എന്നെ കുലുക്കി എണീക്കാണ്ടായപ്പോ എന്നെ എണീപ്പിക്കാൻ വേണ്ടി എന്നെ തള്ളിത്തിരിച്ചപ്പോൾ ഒരു സൈഡിൽ കൂടി കരഞ്ഞു കലങ്ങി എന്റെ കണ്ണ് കണ്ട് ദീദി പെട്ടെന്ന് എന്നെ വിളിക്കാൻ നിർത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പഞ്ഞിക്കെട്ട് എന്റെ മേത്തേക്ക് വീണ് കിടന്നു. എനിക്ക് മനസ്സിലായി ദീദിയാണെന്ന്. കമയെന്നാണ് ദീദിയും കിടക്കുന്നത്. എന്റെ കാലിൽ ദീദിയുടെ കാല് വെച്ച് ചവിട്ടുന്നത് പോലെ. എന്റെ പുറത്തുരച്ച് ദീദി മുഖം കൊണ്ട് വന്ന് എന്റെ തോളിൽ നെല്ലെ കടിച്ചു. എന്നിട്ടും ഒരനക്കവും ഇല്ലാതായപ്പോൾ എന്റെ ചെവിയിൽ മെല്ലെ ദീദിയുടെ ചുണ്ടുകൾ ഉരച്ചുകൊണ്ട് എന്റെ ചെവിയിൽ മന്ത്രിച്ചു. എന്റെ കുഞ്ഞുമല്ലേ, ദീദിയോട് പിണങ്ങല്ലേ, എനിക്ക് വേറെ ആരാ ഉള്ളേ? നിനക്ക് ഇത്രയ്ക്കും കൊള്ളുമെന്ന് ദീദി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. പ്ലീസ്. പറയുന്നതിനോടൊപ്പം ദീദിയുടെ കണ്ണുകൾ നിറയുകയും ശബ്ദമിടറുകയും ചെയ്തു. അത്രയുമായപ്പോൾ ഞാൻ ദീദിയോട് നോക്കി പൊങ്ങാൻ പറഞ്ഞു. ഞാൻ നേരെ മലർന്നപ്പോ പുള്ളിക്കാരി എന്റെ നെഞ്ചിൽ തലവെച്ച് കമഴ്ന്നു കിടന്നു. ആദ്യമായിട്ടാണ് ദീദി ഇങ്ങനെയൊക്കെ കാട്ടുന്നത്. എനിക്കും വല്ലാണ്ടായി. എങ്കിലും എന്റെ ടീഷർട്ട് നിറച്ചുകൊണ്ട്
ദീദിപ്പെന്ന് കരച്ചിൽ തുടങ്ങി. ഞാൻ ആ കണ്ണ് തുടച്ച് ചിരിച്ചപ്പോൾ എന്റെ കഴുത്തിന്റെ സൈഡിൽ അമർത്തിയൊരു കടി തന്നു. ഞാൻ ചെറുതായി ഒന്ന് കുത്തറിപ്പോയി. എന്നിട്ട് എന്റെ ശരീരത്തിൽ നിന്നും അടർന്നു മാറി. ഞാൻ പറഞ്ഞു. ദീദിയും അങ്ങനെ പറഞ്ഞപ്പോ എനിക്കാകെ വല്ലാണ്ടായി. അതാ സോറി. ദീദി കണ്ണുകൾ തുടച്ച് ദീദിയുടെ ബാഗ് എടുത്തു. അതിൽ നിന്ന് ഡ്രസ്സിന്റെ കിറ്റ് പുറത്തേക്കെടുത്തു. എന്നോട് ഏത് ഡ്രസ് ഇടാമെന്ന് ചോദിച്ചു. ഞാൻ ആ ബ്ലാക്ക് പിങ്ക് പലത പറഞ്ഞു. ദീദി ചിരിച്ചുകൊണ്ട് അതെടുത്തു ദീദിയുടെ നൈറ്റിക്ക് മുകളിലിട്ടു. വാവ്, ഞാൻ ഒച്ചയിട്ടു അത്ഭുതം കൊണ്ട്. എന്താണ്ടാ? ശരിക്കും അറബി പെണ്ണുമേനെ പോനുണ്ട് ദീദി. ദീദി ചിരിച്ചുകൊണ്ട് ഹിജാബ് വെറുതെ ഇട്ടു നോക്കി. പിന്നൊന്നും കുത്തിയില്ല. എന്നിട്ട് സ്വന്തം ശരീരത്തിൽ തളരിക്കൊണ്ട്, എടാ ഇത് ഷേപ്പ് ചെയ്യണം. എന്തിന്? ദീദിയുടെ ബാക്കും ഫ്രണ്ടും നാട്ടുകാര് കാണാനോ? അയ്യേ അതല്ല, ഇത് അഴഞ്ഞു കിടക്കില്ലേ? അങ്ങനെ എടുത്തതാ. ഇനി ദീദിക്ക് ഷേപ്പ് ചെയ്തേ പറ്റുമെങ്കിൽ ചെയ്തോ. സുമി, അത് വേണ്ട, എന്റെ കുഞ്ഞോന് ഇഷ്ടം പോലെ ചെയ്യാൻ. കുറച്ച് ഷേപ്പ് ചെയ്തോ ദീദി, ഒരുപാട് ടൈറ്റ് ആക്കേണ്ട. എന്നാ നമുക്കിത് ആ നിമിഷ പെണ്ണിന്റെ കൊടുക്കാം. ആയിക്കോട്ടെ. സുമി, ചുരിദാർ ഏതെങ്കിലും ഒരെണ്ണം ഇട്ടാ പോലെടാ. അജു ഉമ്മെന്ന് മൂടി. ദീദി മസ്റ്ററിച്ച് ബെറ്റിലിട്ട് പരത്ത പൊക്കിയപ്പോൾ അതിന്റെ കൂടെ അറിയാതെ നൈറ്റിയും കണങ്ങാൻ വരെ പൊങ്ങി. വെളുത്തു തൊടുത്ത ദീദിയുടെ കാലും അതിലോളം വെട്ടിക്കിടക്കുന്ന ദീദിയുടെ പാദസ്ഥലവും ഒരു മിന്നായം പോലെ കണ്ടു. ദീദി ചുരിദാറ് നോക്കി. ഒരു ബ്ലാക്ക്, ഒരു പിങ്ക്, ഒരു ബ്ലൂ, പിന്നെ ഒരു റെഡ്. അതിന് മാച്ച് ചെയ്യുന്ന വെള്ളയും പിന്നെ അതിന്റെ തന്നെ കളർ ലെഗിൻസും. ദീദി എന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. ഏതിട്ടണം എന്നോട് ചോദിച്ചു. എന്റെ മനസ്സിൽ ആ പിങ്കും വൈറ്റ് ലെഗിൻസുമാണ് വന്നതെങ്കിലും ഞാൻ പറഞ്ഞില്ല. പറയടാ. ദീദി ഏതിട്ടാലും കുഴപ്പമില്ല. ദീദി എന്നെ നോക്കി. എന്റെ മാത്സ് പറഞ്ഞ പോലെ പിങ്ക് ടോപ്പും വൈറ്റ് ലെഗിൻസും സെലക്ട് ചെയ്തു. അതൊടുത്തോണ്ട് പെട്ടെന്ന് എന്നോട്, ഹലോ സാറ്, കണ്ണടച്ച് നിൽക്കി, അല്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കി, എന്നാലേ ഇടാൻ പറ്റൂ. ഞാൻ തിരിഞ്ഞു നിന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിക്കോളാൻ പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഞെട്ടി. ദീദിയുടെ ശരീരത്തോട് ഒട്ടിപ്പിടിച്ചു കിടക്കുവാണ് ആ പിങ്ക് ടോപ്പും വെള്ള ലെഗിൻസും. ദീദി അവിടെ കിടന്ന ഷോള് തലയിൽ കോറിയിട്ടിട്ടുണ്ട്. ദീദിയുടെ മേലേക്ക് എന്റെ നോട്ടം പോയി. സൂപ്പറാണ് ദീദി. ദീദി ചിരിച്ചുകൊണ്ട്, ഇത്തിരി ടൈറ്റാറാ, പിന്നെ വീട്ടിലല്ലേ ഇതിടാം, അല്ലെങ്കിൽ അവളുടെ അടുത്ത് കൊടുക്ക്, ഇതിന്റെ ഷേപ്പ് കുറച്ചഴിക്കാം. ഞാൻ മൂളി. അപ്പൊ ദീദി പിന്നെയും തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു. ദീദി തിരികെ നൈറ്റി ഇട്ടു. ഷോൾ ഇട്ടിട്ടില്ല. നൈറ്റിയുടെ പുറത്തേക്ക് വീണ ലോക്കറ്റ് നൈറ്റിയുടെ ഉള്ളിലേക്ക് തിരികെ കയറ്റി. മുഖത്തേക്ക് വന്ന മുടി വകഞ്ഞ് കൈ ബാക്കിലേക്ക് കൊണ്ടുപോയി മുടിയുടെ പിന്നിലേക്ക് കെട്ടി ഒതുക്കി വെച്ചു. ദീദിയുടെ അത്തറിന്റെ മണവും സോപ്പിന്റെയും ഷാമ്പൂവിന്റെയും മണവും അവിടെ ആകെ നിറങ്ങി നിൽക്കുന്നു. എന്തോ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത പോലെ. ദീദിയുടെ മനം മയക്കുന്ന സുഗന്ധവും സൗന്ദര്യവും ഞാൻ നോക്കി നിന്നു. ദീദി ചോദ്യഭാവത്തിൽ എന്നെ നോക്കി. ഞാൻ എന്റെ ഡ്രസ്സ് മാറ്റിയിട്ടില്ല എന്ന് കാണിച്ചു. ദീദി പെട്ടെന്ന് നാക്ക് കടിച്ചുകൊണ്ട്, അയ്യോ സോറി കുഞ്ഞു എന്നും പറഞ്ഞ് ദീദിയുടെ അലമാര തുറന്നു. അതിൽ നിന്നും ഇക്കാക്കാടെ ഒരു ലുങ്കി എടുത്ത് തന്നു. ടീഷർട്ടൊന്നുമില്ലേ? ഞാൻ ചോദിച്ചു. നീ ഇപ്പൊ ഇട്ടിട്ട് ഇവിടെ വേറെ ആരുമില്ലല്ലോ. ഞാൻ എന്റെ ടീഷർട്ട് ഊരി എന്റെ ശരീരം നോക്കി തിരിച്ചിരിച്ചു. എന്റെ മുഖം മാറിയപ്പോൾ, അയ്യോ ഞാൻ കളിയാക്കിയതല്ലേ എന്ന് പറഞ്ഞു. ദീദിക്ക് കുഞ്ഞിനോടൊരു കാര്യം പറയാനുണ്ട്. ദീദി എന്റെ മുടിയിഴകൾ കോർത്ത് മെല്ലെ തടവിക്കൊണ്ടിരുന്നു. ദീദി എന്നെ സൈഡിൽ കിടത്തി. ദീദി ചെരിഞ്ഞുകൊണ്ട്, കുഞ്ഞു, മോൻ ദീദിക്ക് നൽകുന്ന കെയറിങ്ങിൽ ദീദിക്ക് ഭയങ്കര സന്തോഷമുണ്ടടാ. ദീദി ചെരിഞ്ഞു കിടന്നുകൊണ്ട് ദീദിയുടെ കൈകൾ എന്റെ തലമുടികളിൽ തലോടിക്കൊണ്ടാണ് പറഞ്ഞത്.
മോന്റെ ആസാദിക്ക് പാവമാണ്, ദീദി സമ്മതിച്ചു. അതിന്റെ ഒരു രഹസ്യം ഞാനിപ്പോ മോനോട് പറയാം. ഞാനും മിക്കയും അറിഞ്ഞ കാര്യം ദീദി മോനോട് പറയാം. ദീദിക്ക് കുട്ടികൾ ഉണ്ടാകൂലരാ. നിങ്ങൾ ആണുങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ദീദി ഒരു മച്ചിയാരാ. പിന്നെ വെറുതെ എന്നെ പോറ്റുന്നു നിന്റെ ഇക്ക. ദീദി അത് പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും സങ്കടം വന്നു. 4 കൊല്ലമായി കല്യാണം കഴിഞ്ഞു. എന്ത് ചെയ്യാനാ, അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടൂല. നിന്റെ ഇത്താത്ത 2 പ്രസവിച്ചില്ലേ, അതുപോലെ എനിക്കും പെറ്റ് എന്റെ കുഞ്ഞിനെ പാലൂട്ടി വളർത്തണമെന്നുണ്ട്. പക്ഷേ പടച്ചോൻ അത് വിധിച്ചിട്ടില്ല. അങ്ങനെ വിഷമിക്കുമ്പോ എനിക്ക് കിട്ടിയ ചെറിയ ആശ്വാസം എന്താണ് എന്ന് കുഞ്ഞിനറിയൂ. ഞാൻ എന്ത് എന്ന രൂപത്തിൽ ദീദിയെ നോക്കിയപ്പോ എന്റെ കുഞ്ഞു എന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ കരയുന്നേ? നിനക്ക് ഞാൻ ഇത്താത്തയാണ്, ഉമ്മയാണ്, പിന്നെ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, പിന്നെ നീ പറഞ്ഞ പോലെ എന്റെ കള്ള കാമുകനാണ്. അത് ദീദി ചിരിച്ചാണ് പറഞ്ഞത്. എന്നിട്ട് ദീദി വീണ്ടും അമർത്തി കെട്ടിപ്പിടിച്ചുകൊണ്ട്, ആരുപേക്ഷിച്ചാലും എന്റെ കുഞ്ഞു ദീദി ഉപേക്ഷിക്കരുത്. ഒരു അപേക്ഷ പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ദീദിയെ പിടിച്ച് ആ നറുകെ വാത്സല്യത്തോടെ ചുംബിച്ചു. ദീദിയുടെ നിറഞ്ഞു തുളുമ്പിയ കണ്ണ് തുടച്ചുകൊണ്ട്, ഞാനുണ്ട് എന്റെ മരണം വരെ എന്ന് പറഞ്ഞപ്പോൾ അനുസരണയുള്ള പൂച്ചക്കുട്ടിയെ പോലെ ദീദി എന്നോട് ചേർന്ന് കിടന്നു. ദീദിയുടെ സങ്കടങ്ങളെല്ലാം എന്നോട് പങ്കുവെച്ചു. പിന്നെ അധികം നേരം വർത്താനം പറഞ്ഞില്ല. ഞങ്ങൾ ഉറങ്ങി. എന്റെ ലൈഫിൽ ആദ്യമായാണ് ഇങ്ങനെ. ദീദിക്ക് എന്താണ് സംഭവിച്ചത് എന്നെനിക്കറിയില്ല. അങ്ങനെ പിറ്റേ ദിവസം വെളുപ്പിന് തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിയപ്പോ ആ പഴയ ദീദിയായി എനിക്ക് തന്നെ അത്ഭുതമായി. അല്ല, ഞാൻ ഇനി വല്ല സ്വപ്നം കണ്ടതാണോ? ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. അന്ന് ദീദിയുടെ വീട്ടിൽ വെച്ചുണ്ടായ അനുഭവങ്ങൾ ഒന്നും പിന്നെ ഉണ്ടായില്ല. അങ്ങനെ കോളേജ് തുടങ്ങി ഇപ്പോൾ 1 മാസമായി. തീരെ ഉഴപ്പനായ ഞാനിപ്പോൾ ദൈവ ടീച്ചറായതുകൊണ്ട് ടോപ്പായി. അങ്ങനെ അന്ന് പതിവ് പോലെ വീട്ടിൽ ചെന്നപ്പോ അടുത്ത സസ്പെൻസ്. അമ്മൂസും അപ്പൂസും പിന്നെ എന്റെ വരവും കാത്ത് അകത്തന്നെ വെയിറ്റ് ചെയ്യുന്ന ആമിത്താത്തയും. ഞാൻ സന്തോഷം കൊണ്ട് ഓടിച്ചെന്നു. ഞാൻ ബാഗ് അവിടെ വെച്ച് ആമിത്തയെ കെട്ടിപ്പിടിച്ചു. ആ, ഇത്താത്ത പതിയെ മൂളി. അജു എന്ന് ആശിക്കാനുള്ള അലർച്ചയാണ് കേട്ടത്. പെട്ടെന്ന് തിരിഞ്ഞ് ഞാൻ ഇക്കാരുടെ ശവാരത്തിന് ഇരയായി. അപ്പോഴാണ് ഇത്താടെ അവസ്ഥ കാണുന്നത്. ഇത്ത വയറ് പൊത്തി അവിടെ ഇരിക്കുന്നത്. അല്ല, ആമീത്ത പ്രഗ്നന്റ് ആയിരുന്നോ? ഇതാണ് അവപ്പേ വരുമ്പോ സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞേ. എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാൻ അമ്മനെ അമർത്തിയത് ഉണ്ടാകും പാവത്തിന്. സോറി ഇത്താത്ത, എന്നോട് ക്ഷമിക്ക്. ഇത്താനെ കണ്ട സന്തോഷത്തിൽ ഞാൻ. സാരില്ല, നീ എന്റെ മോൻ തന്നെയല്ലേ. ഞാൻ ഇതാ എന്നോട് പറയാനേ. ഇത്താത്തത്തിൽ 7ാം മാസാടാ. വീട്ടിൽ അടുത്ത അതിഥി വരുന്ന സന്തോഷത്തിലായിരുന്നു പിന്നെ ഞങ്ങൾ. പക്ഷേ ദീദിക്ക് സന്തോഷമുണ്ടെങ്കിലും ആ മനസ്സിപ്പോ എനിക്കറിയാം, ഒരു കുഞ്ഞിന് വേണ്ടി. പാവം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2 ദിവസമായി ദൈവ ടീച്ചർ വന്നിട്ട്. അതുകൊണ്ട് ഞാൻ ഇത്തിരി ഡെസ്പായിരുന്നു. സാറിനോട് ചോദിച്ചപ്പോ ആ പയ്യന്റെ വക ഒരു ചോദ്യം. നിനക്ക് ടീച്ചർ ഇല്ലാണ്ട് പഠിക്കാൻ പറ്റില്ലല്ലേ പോലും. ക്ലാസ്സിൽ ഒരു മൂഡില്ലാണ്ടാണ് വീട്ടിൽ ചെന്നത്. അവിടെ ആകെ ചിരിയും കളിയും സന്തോഷവും. ഇനിയെങ്ങാനോ അമിത പ്രസവിച്ചോ? ഏയ്, അതിന് ടൈം ആവുന്നല്ലേ ഉള്ളൂ. ഞാൻ ബാഗ് അവിടെ വെച്ച് സോഫയിലിരുന്നു. ഉമ്മ, ചായത്താ. കോളേജ് വിട്ട് വരുമ്പോ അറിയാലോ ഏതവസ്ഥ ആയിരിക്കുമെന്ന്. എന്നാലും ആ സാറിന്റെ പറച്ചിലനുസരിച്ച് ഇനി അവരെങ്ങാനും എന്റെ ദൈവനെ ആ സ്കൂളിൽ നിന്ന് പിരിച്ചുവിട്ടോ? പെട്ടെന്ന് തിരിഞ്ഞ് ഞാൻ കണ്ടത് ഒരു ഡാർക്ക് ബ്ലൂ ചുരിദാറിൽ
വെളുത്ത കഴുത്തി മഹർമാന മിന്നിത്തിളങ്ങുന്നു. 2 കൈയിലും 2 സ്വർണ്ണവള. മുഖത്തേക്ക് നോക്കിയതും ഇടിവെട്ടേറ്റ പോലെയായി. ഞാൻ സ്വന്തമാക്കാൻ കൊതിച്ച എന്റെ തീരു, അതും ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന എന്റെ ആശിക്കാര ഭാര്യയായിരിക്കുന്നു. ആഹാ, അപ്പൊ ഞാൻ ആരായി? ശരിക്കും സോമൻ. അപ്പോ ദേവ് ടീച്ചർ ഇത്രയും നാൾ എന്നോട് കാണിച്ച സ്നേഹം എന്തായിരുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ ചങ്ങായിമാരെ? അത് ഞാൻ ആശിക്കയുടെ അനിയനായതുകൊണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു അടിപൊളി കഥയുമായി കാണാം. എല്ലാവർക്കും ബൈ.